ഇന്ത്യയിൽ നിന്ന് 8 സൈനികർ ഢാക്കയിലെത്തി. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ഢാക്കയിൽ. ബംഗ്ലാദേശിൽ നിന്ന് 8 ഉദ്യോഗസ്ഥർ കൊൽക്കത്തയിലുമെത്തി. സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് യുദ്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ ഇത് യുദ്ധമല്ല, ഇത് ആഘോഷമാണ്. 1971 ബംഗ്ലാദേശിൻ്റെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത 8 ഇന്ത്യൻ സൈനികരാണ് ഢാക്കയിൽ എത്തിയത്. ബംഗ്ലാദേശ് ആർമിയിലെ 8 ഉദ്യോഗസ്ഥന്മാർ കൊൽക്കത്തയിൽ എത്തിയതും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ്. ഇരു രാജ്യങ്ങളും വിജയ ദിവസ് ആഘോഷിക്കുകയാണ്. ഢാക്കയിലെയും കൊൽക്കത്തയിലെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പ്രതിനിധികൾ പോയി. ഇരു വിഭാഗത്തു നിന്നും പ്രതിനിധികളായി പോയത് സൈനിക രംഗത്ത് സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർ. ബംഗ്ലാദേശിലെ അന്നത്തെ പാകിസ്ഥാൻ ഭരണത്തെ എതിർത്ത ഗറില്ല പ്രതിരോധ സേനയുടെ ഭാഗമായിരുന്ന മുക്തി ജ്യോതസ് കൂടി ഉൾപ്പെട്ടതാണ് ഈ പ്രതിനിധി സംഘം എന്ന് മനസ്സിലാക്കണം. വിമുക്ത ഭടന്മാരുടെ സന്ദർശനം 1971 ഉടലെടുത്ത സൗഹൃദത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഭരണം കഴിഞ്ഞ ഓഗസ്റ്റ് 5 അട്ടിമറിക്കപ്പെട്ടു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമൂഹത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇരു രാജ്യങ്ങളും വിജയ് ദിവസ് ആഘോഷിക്കുകയാണ്. ഇരു രാജ്യങ്ങളും അവരുടെ പ്രതിനിധി സംഘങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായൊരു കാര്യമല്ല. അതിലെ അതൃപ്തി അവർ പ്രകടമാക്കുകയും ഹസീനയെ വിട്ടുതരണം എന്ന ആവശ്യം വൈകാതെ ഉണ്ടാകും എന്നവർ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും മുഹമ്മദ് യൂനസിൻ്റെ ഇടക്കാല സർക്കാർ വർഗീയ കലാപങ്ങളെ ശക്തമായി നിരസിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ടായവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു എന്നും അദ്ദേഹം പറയുന്നു. ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 8% ഹിന്ദുക്കളാണ്. സ്വാഭാവികമായും ഹിന്ദുക്കളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്ക ഇന്ത്യ ഉയർത്തി. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഡിസംബർ 9 ബംഗ്ലാദേശിലെത്തി. ഢാക്ക സന്ദർശിച്ചു. ആ സന്ദർശനം വളരെ സുപ്രധാനമായിരുന്നു. അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ജാഷിം ഉദ്ദീനുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈനുമായും കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ പിരിമുറുക്കം ഭാഗികമായി ലഘൂകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ വിശ്വസിക്കാം. ഇപ്പോൾ അതിനുശേഷം ഈ സൈനിക സേവനമനുഷ്ഠിച്ച വെറ്ററന്മാരുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും കൂടുതൽ യോജിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന കാര്യം അടിവരയിടുന്നു. 1971 ഡിസംബർ 16 ഇന്ത്യയും ബംഗ്ലാദേശും ഒത്തൊരുമിച്ച് പാകിസ്ഥാനെതിരായി വിജയം നേടിയത്. അതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും 2 രാജ്യങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. ബംഗ്ലാദേശിലെ സൈനികർ ഇന്ത്യയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ഇന്ത്യയിലെ സൈനികർ ബംഗ്ലാദേശിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികരെ ക്ഷണിക്കുന്നു. മാർച്ച് 26 ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യദിനം. അന്നാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. എന്നാൽ നിർണായകമായ ഇന്ത്യൻ സഹായത്തോടെ 9 മാസക്കാലം നീണ്ടുനിന്ന വിമോചന യുദ്ധം ജയിച്ചത് ഡിസംബർ 16 അങ്ങനെയാണ് ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ സ്വതന്ത്ര തലസ്ഥാനമായി ഢാക്ക മാറുന്നത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിൻ്റെ സ്മരണയാണ് നമ്മൾ ഇന്ന് പുതുക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 16 ഇന്ത്യയും ബംഗ്ലാദേശും അതുകൊണ്ട് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. യുദ്ധം ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് കാരണമായി. ഈ ദിനം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണ്. നമ്മുടെ സേനയുടെ ധീരതയ്ക്കും ത്യാഗത്തിനും രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന നിമിഷമാണ്. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡിസംബർ 3 യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം 13 ദിവസം നീണ്ടുനിന്നു. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ്, അവിടുത്തെ
മാനുഷിക പ്രതിസന്ധിയെ തുടർന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തി. അതിനെതിരെയാണ് ഇന്ത്യ പ്രതികരിച്ചത്. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവിടുത്തെ ജനങ്ങളെ പിന്തുണയ്ക്കാനാണ് ഇന്ത്യ ഇടപെട്ടത്. 1971 ഡിസംബർ 16 പാകിസ്ഥാൻ സേനയുടെ കമാൻഡറായ പാകിസ്ഥാൻ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും സേനകൾക്ക് മുന്നിൽ കീഴടങ്ങി. ബംഗ്ലാദേശിൽ മുക്തി ബാഹിനിയായിരുന്നു അവിടെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇരു സേനകൾക്ക് മുന്നിലും പാകിസ്ഥാൻ കീഴടങ്ങി. അധിനിവേശത്തിൽ നിന്ന്, അടിച്ചമർത്തലിൽ നിന്ന്, ആൾക്കൂട്ട അതിക്രമങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സായുധ സേനകൾ പോരാടി. ആ ത്യാഗം ഇന്ന് നാം അനുസ്മരിക്കുകയാണ്. ആ ത്യാഗങ്ങളെ ചിത്രീകരിക്കുന്നതാണ് ഈ ഓർമ്മകൾ. ഈ സന്ദർഭത്തിൽ ആ ഓർമ്മകൾ ഇരു രാജ്യവും പുതുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു, ഈ ദിനം അവരുടെ അസാധാരണമായ വീര്യത്തിനും അചഞ്ചലമായ മനസ്സിനുമുള്ള ബഹുമാനം അർപ്പിക്കേണ്ട ദിനമാണ്. അങ്ങനെയാണ് അദ്ദേഹം ആദരാഞ്ജലികൾ നേർന്നത്. അവരുടെ ത്യാഗങ്ങൾ തലമുറകളെ എന്നേക്കും പ്രചോദിപ്പിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ ബംഗ്ലാദേശിലെ ഇടക്കാല നേതാവായ മുഹമ്മദ് യൂനസിനെതിരെ വീണ്ടും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. യൂനസ് ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു ജനാധിപത്യ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ തലവനാണ് എന്ന് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശികൾ ജോയ് ദിബോഷ് അഥവാ വിജയദിനം ആഘോഷിക്കുകയാണല്ലോ. ആ ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ഈ വിമർശനം ഉണ്ടായത്. ബംഗ്ലാദേശിലെ സർക്കാർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. വിമോചന യുദ്ധത്തിൻ്റെ ആത്മാവിനെയും ശബ്ദത്തെയും അടിച്ചമർത്തുകയാണ് അവരുടെ ലക്ഷ്യം. യൂനസിനെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച ഹസീന അദ്ദേഹം സ്വാതന്ത്ര്യവിരുദ്ധ തീവ്ര വർഗീയ ശക്തികളെ രഹസ്യമായി പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് വിജയ് ദിവസിന് വലിയ മാനങ്ങളുണ്ട്. അത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഓർമ്മകളാണ്. ഒന്നിച്ചു നീങ്ങണം എന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ഇന്ത്യ കൈകൾ നീട്ടുന്നു. ബംഗ്ലാദേശിന് ഹസ്തദാനം ചെയ്യാം, തള്ളിക്കളയാം.